ശ്രീകൃഷ്ണന്റെ ഹൃദയം ഇന്നും ഈ ഭൂമിയിൽ ജീവനോടെ തന്നെ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? മഹാഭാരത യുദ്ധത്തിൽ കൗരവർ 100 പേരും മരിച്ചതിന് കാരണം കൃഷ്ണനാണെന്ന് കരുതി. കൗരവരുടെ അമ്മയായ ഗാന്ധാരി ശ്രീകൃഷ്ണന് ഒരു ശാപം നൽകുന്നു. എങ്ങനെ എന്റെ വംശം നശിച്ചുപോയോ അതുപോലെ തന്നെ യാദവകുലവും നിന്റെ കൺമുന്നിൽ തന്നെ നശിച്ചുപോകും എന്ന്. അങ്ങനെ കാലപ്പോക്കിൽ ഗാന്ധാരിയുടെ ശാപത്തിനാൻ കൃഷ്ണന്റെ യാദവകുലം ഭഗവാന്റെ കൺമുന്നിൽ തന്നെ നശിച്ചു പോകുന്നു. ഇത് കണ്ട് തകർന്ന ഭഗവാൻ കാട്ടിനുള്ളിൽ തനിയെ ഒരു മരത്തിന്റെ ചുവട്ടിൽ ആഴമായ ധ്യാനത്തിലിരിക്കുന്നു. അപ്പോൾ ആ കാട്ടിൽ വന്ന ഒരു വേടൻ ഭഗവാൻ കൃഷ്ണന്റെ കാൽ കണ്ട് മാനെന്ന് കരുതി അമ്പ് ചെയ്തു. ആ അമ്പ് കൃഷ്ണന്റെ പാദത്തിലേറ്റ് അങ്ങനെ ഭഗവാൻ ആ സ്ഥലത്ത് വെച്ച് തന്നെ മരണമടയുന്നു. കൃഷ്ണൻ മരിച്ചുപോയതിനു ശേഷം അർജുനൻ അദ്ദേഹത്തിന്റെ ശരീരത്തിന് ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്ത് അവിടെ നിന്ന് പോകുന്നു. എന്നാൽ ആ വേടൻ മാത്രം അവിടെ തന്നെ നിന്നിരുന്നു. അപ്പോഴാണ് വേടൻ ആ അതിശയം കാണുന്നത്. ശ്രീകൃഷ്ണന്റെ ശരീരം മുഴുവനും കത്തിയതിനു ശേഷവും കൃഷ്ണന്റെ ഹൃദയം മാത്രം കത്തിപ്പോകാതെ ഒരു നീല പ്രകാശത്തിനുള്ളിൽ തുടിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ നശിക്കാതെ ഇരുന്ന് ഭഗവാന്റെ ഹൃദയം വേടൻ പുഴയിൽ ഒഴുക്കിവിട്ടു. 10,000 വർഷങ്ങൾ കഴിഞ്ഞിട്ടും നീൽ മാധവ് എന്ന പേരിൽ അറിയപ്പെടുന്ന കൃഷ്ണന്റെ ഹൃദയം ഒഡീഷയിലുള്ള പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ കൃഷ്ണ വിഗ്രഹത്തിനുള്ളിൽ ഇന്നും കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം. നിങ്ങൾ ഈ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടെങ്കിൽ കമന്റിൽ പറയൂ.